ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ബീമിൻ്റെ അനാലിസിസ് ആണ്. യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് വെച്ചിട്ട് അനാലിസിസ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണം. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ വേണ്ടി നമ്മൾ ഓരോ സപ്പോർട്ടും നോക്കാം. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 0. ഇവിടെ എന്താണ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 0. ഇനി ഈ സെക്ഷൻ നോക്കുക. ഇവിടെ എങ്ങനെ സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആയിരിക്കും കിട്ടുക. ആ 2 എന്ന് പറയുന്നത് ഒരു വേർട്ടിക്കലായിട്ടും ഒരു മൊമെൻ്റായിട്ടുമായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ജോയിൻറ്റിൽ അവിടെ എന്തുണ്ടാവും, ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയിരിക്കും വരിക. അത് വേർട്ടിക്കലായിട്ടും ഒരു മൊമെൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്ട്രക്ചറൽ കോർഡിനേറ്റ് മാർക്ക് ചെയ്യണം. സ്ട്രക്ചറൽ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബീമിൽ വരുന്ന പോസിബിൾ ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഒക്കെ മാർക്ക് ചെയ്യാം. R1, R2, R3, R4, R5, R6. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൽ കോർഡിനേറ്റ് മാർക്ക് ചെയ്യണം. എന്താണോ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിയിട്ടുള്ളത് അത് തന്നെയായിരിക്കും സ്ട്രക്ചറൽ കോർഡിനേറ്റ് വരാം. സോ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 2 ആണ് കിട്ടിയത്. ആ 2 എന്താണായിട്ട് ആക്ട് ചെയ്യുന്നത്, ബിയിൽ ഒരു വേർട്ടിക്കലും ഒരു മൊമെൻറ്റും. സോ അതിൻ്റെ വേർട്ടിക്കലും മൊമെൻറ്റും ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ബിയിലുള്ള വേർട്ടിക്കലും മൊമെൻറ്റിന് എന്താ നൊട്ടേഷൻ കൊടുത്തത് അതിന് ഇവിടെ കൊടുക്കുക R3, R4. സോ നമുക്ക് സ്ട്രക്ചറൽ കോർഡിനേറ്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എലമെൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, KAB = നമ്മൾ ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എന്ത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ, Lന് മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. കാരണം EI ഇവിടെ വേരിയേഷൻ ഇല്ല, EI തന്നെയാണ്. സോ 12 × EI / L³ പകരം ഇവിടെ എന്തായിരിക്കും വരിക, 2 ആയിരിക്കും വരിക. Lൻ്റെ അവിടെയൊക്കെ എന്ത് കൊടുക്കുക, 2 എന്ന് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ എഴുതി വയ്ക്കാം. അടുത്തത് KBCയും അതേപോലെ കൊടുക്കുക. KBC എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ സെക്കൻഡ് BC വരുന്ന സമയത്ത് അത് 2 EI ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് × 2 കൂടെ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ 12 EI × 2 / L³ പറഞ്ഞാൽ 2 തന്നെയാണ്. സോ ഈ ഇക്വേഷൻ എല്ലാത്തിലും എന്താണ് × 2 കൂടെ വരും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ K എഴുതണം. K എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുമാത്രം മതി, R3ൻ്റെയും R4ൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ്സും നമുക്ക് മാത്രം മതി. സോ അത് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം KAB നോക്കുക. KABയിൽ ആദ്യം ഇവിടെ എന്ത് ചെയ്യുക, R1, R2, R3, R4 എന്ന് എഴുതുക. ഇവിടെ R1, R2, R3, R4 എഴുതുക. KBCയിൽ ഇവിടെ R3, R4, R5, R6, R3, R4, R5, R6 അങ്ങനെ എഴുതി വയ്ക്കാം. ഇനി R3യും R4ഉം മാത്രം മതി നമുക്ക്, അല്ലേ? സോ ഇങ്ങനെ എഴുതി വയ്ക്കുക, R3, R4, R3, R4. ഇനി അവിടെ വരുന്ന എലമെൻറ്റ് മാത്രം എടുത്ത് എഴുതാം. സോ ആദ്യം KAB എടുക്കുക. KABയിൽ ഫസ്റ്റ് പൊസിഷൻ എന്താ, R3യിൽ വരുന്ന എലമെൻറ്റ് നോക്കാം. KAB എടുക്കുക. KABയിൽ R3 എന്ന പൊസിഷനിൽ എന്താണ് വരുന്നത്, 12 EI / 2³. അടുത്തത് KBCയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ, R3 പറഞ്ഞ പൊസിഷനിൽ എന്താ വരുന്നത്, 12 EI × 2 / 2³. രണ്ട് എലമെൻറ്റ് വരുന്നുണ്ട്, അല്ലേ? ആ 2 എലമെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4.5 EI എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ, R4, R3. അപ്പോൾ R4, R3 വരുമ്പോൾ R4, R3 ഇതിൻ്റെ പൊസിഷനിൽ ഏതാ വരുന്നത്, 6 EI / 2². അതേപോലെ KBCയിലും വരുന്നില്ലേ, R4, R3 എന്ന് പറയുന്നത് ഇത്, അല്ലേ? അപ്പോൾ -6 EI × 2 / 2². രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇനി ആ 2 എലമെൻറ്റും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, -1.5 EI. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, R3, R4ഉം കണ്ടുപിടിക്കുക, R4ഉം കണ്ടുപിടിക്കാം. രണ്ടിലും 2 എലമെൻറ്റ് ഉണ്ടാവും. എല്ലാതും ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു എന്ത് ചെയ്യുക, K എഴുതേണ്ടത്. ഇനി അടുത്തത് ഗാമ കണ്ടുപിടിക്കണം. ഗാമ എന്ന് പറഞ്ഞാൽ K−1P ആണ്. K ഓൾറെഡി നമ്മൾ കണ്ടു, അതിന് ഇൻവേഴ്സ് എടുക്കുക × P എന്ന് പറഞ്ഞാൽ എന്താണോ സ്ട്രക്ചറൽ കോർഡിനേറ്റ് കിട്ടിയത് തന്നെ P വരിക. ദാറ്റ് ഈസ് P = R3, R4. ഇനി R3യും R4ഉം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. ഇവിടെ R3, R4 എന്ന് പറഞ്ഞാൽ എന്താ, R3 എന്ന് പറയുന്നത് ബിയിൽ വരുന്ന വേർട്ടിക്കലായിട്ട് ലോഡാണ്. സോ ക്വസ്റ്റ്യനിൽ വേർട്ടിക്കലായിട്ട് എന്തെങ്കിലും ലോഡ് ഉണ്ടോ, ഉണ്ട്, അല്ലേ? ആ വേർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്നത് എന്താ, ഡൗൺവേർഡ്.
സോ നമ്മളെടുത്ത ഫോഴ്സ് അപ്വേർഡാണ്. സോ R3 വരുന്നത് -18 ആയിരിക്കും. ഇനി R4 എന്ന് പറയുന്നത് എന്താണ്? ബി പറഞ്ഞ ഇതിൽ വരുന്ന മൊമെൻ്റാണ്. സോ ബി പറഞ്ഞ ജോയിൻറ്റിൽ വരുന്ന മൊമെൻ്റ് എന്താണ്? 45. സോ R4 is equal to 45. സോ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R3 is equal to -18 R4 is equal to 45. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ കിട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ ഫോഴ്സ് കാണണം. ഫൈനൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ KN × Γn + FEM. ഇവിടെ FEM ഉണ്ടാവില്ല, ഒക്കെ 0 ആയിരിക്കും. സോ ഫൈനൽ ഫോഴ്സ് എന്ന് പറയുന്നത് KN × Γn. ഇനി KN എന്ന് പറയുന്നത് ഈ വലിയ മെട്രിക്സ്. സോ KABൻ്റെയും KBCൻ്റെയും സെപ്പറേറ്റ് കാണാം. FAB കാണുമ്പോൾ നമ്മൾ KAB എടുക്കുമ്പോൾ ഈ ഒരു മെട്രിക്സ് എടുക്കുക. ഇൻറ്റു Γn വരുമ്പോൾ Γn എങ്ങനെ വരിക? 0 0 R3ലും R4ലും നമുക്ക് എന്താണോ Γn കിട്ടിയത് അത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ ടേമും 0. ഇനി അതേപോലെ KBC വരുന്ന സമയത്ത് Γnൻ്റെ വാല്യൂ എടുക്കുമ്പോൾ R3യും എന്താണോ R3 R4 പറഞ്ഞതിൽ Γn കിട്ടിയത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയൊക്കെ വാല്യൂസ് 0. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.